മകരമാസത്തിലെ പൂയം നക്ഷത്രവും പൗർണമിയും ചേരുന്ന ദിവസമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി. കാവടിയിൽ കൊണ്ടുവരുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി പാൽക്കാവടി, ഭസ്മക്കാവടി, കളഭക്കാവടി, പീലിക്കാവടി, അഗ്നിക്കാവടി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. കാവടി എടുക്കുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യം നിലവിലുണ്ട്. ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യമുനി കൈലാസത്തിലെത്തി ശിവഭഗവാനെ തൊഴുതു മടങ്ങും നേരം കൈലാസത്തിൽ നിന്നും 2 പർവ്വതങ്ങൾ കൂടി കൂടെ കൊണ്ടുപോകണമെന്ന് ആശിച്ചു. ഹിഡുംബൻ എന്ന രാക്ഷസന്റെ സഹായത്തോടെ 2 പർവ്വതങ്ങളും തോളിലെടുത്ത് യാത്രയായി. അങ്ങനെ വരുമ്പോൾ പഴനിക്കടുത്തു വെച്ച് രാക്ഷസൻ ക്ഷീണിച്ചവശനായി മലകൾ 2 താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ക്ഷീണം മാറി മലകൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങുന്നില്ല. അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിഡുംബൻ കണ്ടത് മലയിൽ വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു ബാലനെയാണ്. ആ മല തൻ്റേതാണെന്ന് ബാലൻ വാദിച്ചു. അവർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ ബാലൻ ഹിഡുംബനെ വധിച്ചു. ബാലൻ മുരുകനാണെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യമുനി മുരുകനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിഡുംബനെ പുനർജീവിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. താൻ മല ഏറ്റി വന്നതുപോലെ മലയോ മല പോലെയുള്ള എന്തെങ്കിലും സാധനമോ ചുമലിലേറ്റി പൂജാദ്രവ്യങ്ങളുമായി വരുന്ന ഭക്തനെ അനുഗ്രഹിക്കണമെന്നും തന്നെ ദ്വാരപാലകനാക്കണമെന്നും രാക്ഷസൻ അപേക്ഷിച്ചു. ഇതാണ് കാവടിയുമായി ബന്ധപ്പെട്ട കഥ. ഈ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമായും തിന്മയെ നശിപ്പിച്ച ദിവസമായും കണക്കാക്കപ്പെടുന്നു. ദേവി പാർവതി മുരുകന് വേൽ നൽകിയ ദിവസമാണിതെന്നും അതുകൊണ്ട് വേൽ ആരാധനയ്ക്ക് ഈ ദിവസം വലിയ പ്രാധാന്യമുണ്ടെന്നും വിശ്വസിക്കുന്നു. ഭക്തർ കാവടിയാട്ടം, പാൽക്കുടം, പ്രധാനുഷ്ഠാനങ്ങൾ എന്നിവയോടെ മുരുകക്ഷേത്രങ്ങളിൽ തൈപ്പൂയം ആഘോഷിക്കുന്നു. ഓം